മലപ്പുറത്ത് പെരിന്തൽമണ്ണയിൽ ആനമങ്ങാട് പള്ളിപ്പടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ആക്രിക്കടയിൽ പട്ടാപ്പകല് മോഷണം നടന്നു. സ്കൂട്ടറിലെത്തിയ മോഷ്ടാവ് പണവും വിലപിടിപ്പുള്ള ചെമ്പുമാണ് മോഷ്ടിച്ചത്. CCTV ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. പട്ടാപ്പകലാണ്, ഹെൽമറ്റ് വെച്ചാണ് വിരുദ്ധൻ എത്തിയത്. പട്ടാപ്പകൽ നടത്തിയ മോഷണത്തിൻ്റെ ദൃശ്യങ്ങളാണ്. സ്കൂട്ടറിലെത്തിയ മോഷ്ടാവ് പണമെടുത്തു, വിലപിടിപ്പുള്ള ചെമ്പും അടിച്ചുകൊണ്ടാണ് പോയത്. പെരിന്തൽമണ്ണ ആനമങ്ങാടാണ് സംഭവം. എല്ലാ കാര്യങ്ങളും വിശദമായി കിട്ടിയിട്ടുണ്ട്. പട്ടാപ്പകൽ നടത്തിയ മോഷണത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഹെൽമറ്റ് ഉപയോഗിച്ചാണ് മോഷ്ടാവ് കടയ്ക്കുള്ളിൽ കയറി ഈ മോഷണം നടത്തിയത്. പള്ളിപ്പടിയിലെ ഒരു ആക്രിക്കടയിലാണ് മോഷണം നടത്തിയത്. മോഷണം നടത്തിയിട്ട് തിരിച്ചു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളും കിട്ടിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. മുബഷീറുണ്ട്. മുബഷീർ, എന്തെങ്കിലും സൂചനകളുണ്ടോ മോഷ്ടാവിനെ കുറിച്ച്? മോഷ്ടാവിനെ കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. അരുൺകുമാർ, ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ ദൃശ്യങ്ങൾക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ കഴിഞ്ഞ് ആനമങ്ങാട് എന്ന് പറയുന്ന മേഖലയിലെ പള്ളിപ്പടി എന്ന് പറയുന്ന ഭാഗത്ത് വെച്ചാണ് ഈ ഒരു മോഷണം നടക്കുന്നത്. അവിടെ കാലങ്ങളായിട്ടുള്ള ഒരു സ്ഥാപനമാണിത്, രാത്രിക്കടയാണിത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത് പൂട്ടിയിട്ടതായിരുന്നു. സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കിയ മോഷ്ടാവ് അങ്ങോട്ടേക്ക് ഒരു സ്കൂട്ടറിലാണ് കടന്നു വരുന്നത്. ഒരു ഷോർട്സും അതുപോലെ ഒരു ടീഷർട്ടും ധരിച്ച മോഷ്ടാവാണ്. അദ്ദേഹം മുഖം മറച്ചിട്ടുണ്ട്. അതിനുള്ളിലേക്ക് കടന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും ആക്രിക്കടയായതുകൊണ്ട് തന്നെ ആ മേഖലയിലെ ആളുകൾക്കൊക്കെ തന്നെ അറിയുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ അതങ്ങനെ വലിയ പൂട്ടുകൊണ്ടൊന്നും തന്നെ പൂട്ടി പോകാറില്ല എന്നുള്ളതാണ് ഉടമസ്ഥനോട് സംസാരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു പൂട്ടിവെച്ച കടയിലേക്കാണ് മോഷ്ടാവ് എത്തുന്നതും തുടർന്ന് അവിടെ മോഷണം നടത്തിയിരിക്കുന്നത്. ഏകദേശം 5000 രൂപയുടെ അടുത്തും അതോടൊപ്പം തന്നെ വിലപിടിപ്പുള്ള ഒരു ചെമ്പും മോഷണം പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ CCTV അവിടെയുള്ളത് മോഷ്ടാവ് മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം കരുതാൻ. ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സ്കൂട്ടറിന്റെ നമ്പർ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സമീപത്തുള്ള ബാക്കിയുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് പോലീസും ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. സമീപകാലത്തായിട്ട് ഇത്തരത്തിലുള്ള മോഷണങ്ങൾ വ്യാപകമായി വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള CCTVകൾ അറിയാതെ എത്തുന്ന മോഷ്ടാക്കളെ വളരെ വേഗത്തിൽ CCTV ദൃശ്യങ്ങളിലൂടെ പോലീസിനും കണ്ടെത്താൻ സാധിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിലും അത് തന്നെ സംഭവിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു. മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്.